വന്നുവല്ലേ ഹരഗോപാൽ? ഹരഗോപാലോ? സ്വാമി, എൻ്റെ പേര് ഹരഗോപാലെന്ന് അങ്ങേക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് നിന്നെപ്പറ്റിയും നാട് നന്നായിരിക്കുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും എല്ലാം എനിക്കറിയാം മകനെ. നീ അനുഭവിക്കുന്ന വേദനയ്ക്ക് ആശ്വാസം ഇവിടുന്നേ ലഭിക്കുകയുള്ളൂ. ശരിക്കും ഞാൻ ആരാ? എന്നെ അസ്വസ്ഥനാക്കുന്ന ഭൂതകാലം എന്താ? ആ സ്വപ്നങ്ങൾ എന്തിനാണ് എന്നെ വേട്ടയാടുന്നത് സ്വാമി? ഞാൻ ആരാണെന്ന് മനസ്സിലാകും വിധം പറയൂ സ്വാമി. മനസ്സിലാക്കാനായിട്ട് നിന്റെ ഈ ജീവിതം ഈ ജന്മത്തിലെയല്ല, പൂർവ്വജന്മത്തിന്റെ തുടർച്ചയാണ് മകനെ. മുൻജന്മം എന്തെന്ന് മനസ്സിലായോ മകനെ? ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ട സ്വാമി? ഇപ്പോൾ ആ നിധിയുടെ കാവൽക്കാരൻ രാജരുദ്രന്റെ ദുഷ്ടാത്മാവാണ്. ദുഷ്ടപൂജകൾ ചെയ്ത് സിദ്ധിച്ച കഴിവുകൾ കൊണ്ട് അവൻ നിങ്ങൾക്ക് വേറെ രൂപത്തിലേ കാണപ്പെടും. നിങ്ങൾ എപ്പോൾ ആ നിധി കോട്ടയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്നുവോ തൽക്ഷണം അവനും ആ കോട്ടയും നാമാവശേഷമായി തീരും. അതെങ്ങനെ സാധ്യമാകും സ്വാമി? അതാണ് ദൈവനിശ്ചയം. ദൈവത്തിന് ശക്തി ഉണ്ടെന്നുള്ളത് എത്രത്തോളം സത്യമാണോ അതുപോലെ തന്നെ തിന്മയുടെ ശക്തികളുമുണ്ട്. നിന്റെ ഈ യാത്ര ദൈവനിശ്ചയമാണ്. ശുദ്ധമായ മനസ്സോടെ പ്രയാണം തുടരൂ. ആര് എപ്പോ എവിടെ വെച്ച് കണ്ടുമുട്ടണമെന്ന് മുകളിലുള്ളവൻ തീരുമാനിക്കും. വിജയിച്ച് മുന്നേറൂ. ഇവനെ തൂക്കി പറത്താം, ചുണയുണ്ടെങ്കിൽ നില്ലടാ. അടി ഞങ്ങളുമായി കൈ കൊടുത്ത് ട്രോഫി കൊണ്ട് പോകടാ. വെറുതെ വന്നാ ഇങ്ങനെ ഞങ്ങൾ എറിയും നിന്നെ. ചരപറ ചാന്ത് നിന്നെ സൂപ്പർ തല്ല, കില്ലാടി തല്ല. പുന്നാര പോയ ജീവങ്ങളെ ലൂടിക്ക വേഗം. ഞങ്ങൾ നിനക്ക് ട്രോഫി തരാം, നിന്നെ പിന്നെ പറത്തി വിടാം. അല്ല നീ ആരാ? സാർ നിങ്ങൾ വെയിറ്റ് ചെയ്യും സാർ. ഇത് എന്നുള്ള ജോലി തന്നെയല്ലേ. ഇന്ന് ഒരു ദിവസം ലേറ്റ് ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ ഈ അലവലാതെ ഞങ്ങൾക്ക് പിന്നെ കിട്ടില്ല. ഇത്രക്ക് പേടിയാണെങ്കിൽ അവന്മാരായിട്ട് എന്തിനാ മുട്ടാൻ നിൽക്കുന്നത്? കാണാൻ പ്രമാണിയെ പോലുണ്ടല്ലോ. ശരിയോ തെറ്റൊന്നും ചോദിക്കല്ലേ. അവരുടെ അടുത്തൊന്നും രക്ഷിക്കണേ സാർ, പ്ലീസ് സാർ. പ്ലീസ് സാർ.
കമോൺ. ആ എന്താ പ്രോബ്ലം? ആ റൗഡികളായിട്ട് എന്താ ഇടപാട്? എൻ്റെ ഗുരുജി, എൻ്റെ പേര് രാജു. അവരേതോ റൗഡി ദുർഗ എൻ്റെ പെണ്ണിനെ നോക്കുന്നോടാന്ന് പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ സ്റ്റൈലിൽ ഞാൻ ചെറിയൊരു ട്രെയിലർ കാട്ടി, അത്രേ ഉള്ളൂ. കോട്ടയ്ക്ക് പോകണമെങ്കിൽ ഇവനെപ്പോലുള്ളവരാണ് വേണ്ടത്. നിന്റെ പേരെന്താ പറഞ്ഞത്? രാജു. ഓക്കെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നോ? സ്നേഹിക്കുന്ന പെണ്ണിനോടൊപ്പം ലൈഫിൽ സെറ്റിൽ ആവാൻ അത്ര എളുപ്പമല്ലല്ലോ. ചെയ്യാം ഗുരുജി. ഞാൻ പറയുന്ന പോലെ ചെയ്യണം, ചോദ്യങ്ങൾ പാടില്ല. ഓ അത്രേ ഉള്ളൂ ഗുരുജി. എന്ത് ചെയ്യണമെന്ന് പറ, സ്പോട്ടിൽ ചെയ്ത് കളയാം. പറയാം. ശരി, വണ്ടി എടുക്ക് ഗുരുജി, പോകാം. റൈറ്റ്, പോവാം. ആ എൻ്റെ അമ്മേ, വീട് അടിപൊളിയാണല്ലോ. കമോൺ. ആ കമ്മിങ് കമ്മിങ്. Never gon' stop, never gon' stop till I'm number one, son. Never gon' stop, never gon' stop, never gon' stop till I'm number one, son. എന്റെ പൊന്നോ, വീട് പൊളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വീട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കലക്കിയനെ. ഗുരുജി, വീട്ടിലാരെയും കാണുന്നില്ലല്ലോ. ഇനി ഈ വീട്ടിലെ ജോലിക്ക് കൊണ്ടുവന്നാണോ എന്നെ? ഇതേ നോക്കിക്കേ ഗുരുജി, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കുവാ. കാണാൻ ഞാനൊരു തല്ലിപ്പൊളിയെ പോലെ ഉണ്ടെങ്കിലും പക്ഷേ ഞാൻ ചെയ്യുന്ന പണിക്കത് നോക്ക് വേറെ ലെവലായിരിക്കും. അത് ഓർമ്മയിലിരിക്കട്ടെ സാറേ. നീ ആദ്യം ഫ്രഷ് ആകും. ആ അനിത, ഇവനെ വിളിച്ചോണ്ട് പോയി റൂം കാണിക്കും. ഇന്ന് മുതൽ ഇവിടെ ആയിരിക്കും. ഇതാ ഗുരുജിയുടെ ബാഗ്. വരൂ.